ഞാൻ എന്ന് പറയുന്ന ജേർണലിസ്റ്റിനെ രൂപപ്പെടുത്തിയത് എം. നികേഷ് കുമാർ. കാരണം എനർജി അപാരമാണ്. നമുക്കിപ്പോൾ ഒരു വാർത്തയൊക്കെ വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഒരു ഇലക്ഷൻ ഡേയിലൊക്കെ രാവിലെ തലേ ദിവസം തന്നെ നമുക്കിങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവും, ഇങ്ങനെ സാർ ഇങ്ങനെ അത് ചെയ്യണം ഇത് ചെയ്യണം, റിപ്പോർട്ടേഴ്സിനോട് അങ്ങനെ രാവിലെ അവൻ കാത്തിരിക്കും. കാരണം രാവിലെ മുതലേ എം. നികേഷ് കുമാർ ഷോ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ നികേഷ് സാറിൻ്റെ ഷോ കാണാൻ വേണ്ടിയിട്ട് കാരണം അതിഭീകരമായ എനർജിയാണ്. ഇപ്പോൾ പെട്ടെന്നൊരു വാർത്ത വന്നാൽ പോലും ഒരു റിസോഴ്സും ഉണ്ടാവില്ല. ഈവൻ ഗ്രാഫിക് കാർഡ് വരെ കംപ്ലൈൻ്റ് ആയിരിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും ആ വാർത്ത ഓണെയറിലേക്ക് കയറ്റുകയും ആ ഒരു ഡെസ്കിനെ കംപ്ലീറ്റ്ലി എനർജറ്റിക് ആക്കുകയും ചില സമയത്ത് ചില വാർത്തകളുടെ മിസ്സായി പോകും. അതായത് ചില വാർത്തകളുടെ ഒരു ഇമ്പോർട്ടൻസ് ചില സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ മിസ്സാവുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ എനിക്കൊക്കെ ആണെങ്കിലും പലപ്പോഴും അബദ്ധം പറ്റിയിട്ടുണ്ട്. ഇറങ്ങി വന്ന പാടെ കണ്ണ പൊട്ടുന്ന ചീത്തയായിരിക്കും. എന്താണ് പറഞ്ഞത്, ഇത്ര നാളായില്ലേ എന്തായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ആ വാർത്തയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ലേ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മളിങ്ങനെ പറയില്ലേ, ഊതിക്കാച്ചി എടുക്കുക എന്ന് പറയുന്നത് പോലെ. അപ്പോൾ പിന്നീട് എന്ത് വാർത്ത അതുമായി കണക്റ്റഡ് ആയി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആദ്യം ഈ വാർത്തയുടെ ബിഹൈൻഡ് സീൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഞങ്ങളൊക്കെ പിന്നീട് സ്വാഭാവികമായിട്ട് ഞാൻ പിന്നീട് ആലോചിച്ചിട്ടുള്ളത്. അയ്യോ, നികേഷ് സാഗാന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അപ്പോൾ അത് ആദ്യം അന്വേഷിക്കണം, അത് കഴിഞ്ഞിട്ട് മതി ഈ മുന്നിൽ നിൽക്കുന്നതല്ല വാർത്ത, പിന്നിൽ എന്തോ വാർത്തയുണ്ട് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റാണ്. കാരണം സാറിന് എപ്പോഴും അത് ഭയങ്കര, ഞാൻ എപ്പോഴും കണ്ടിട്ട്, കാരണം സാറിന് ഏറ്റവും കൂടുതൽ ഹാപ്പി ആക്കുക ഒരു പുതിയ ബ്രേക്കിംഗ് വരുമ്പോഴാണ്. അതാണ് പുള്ളിയെ എക്സൈറ്റ് ചെയ്യിക്കുക. മറ്റൊന്നും പുള്ളിയെ എക്സൈറ്റ് ചെയ്യിക്കില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു സാറിനോട് 100 CR കൊടുത്തിട്ട് 100 CR ഇപ്പോൾ അത്ര ബ്രേക്കിംഗ് വെച്ചാൽ പുള്ളി ആദ്യം പോയി ആ ബ്രേക്കിംഗ് എടുക്കുമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആസ് എ ജേർണലിസ്റ്റ് അദ്ദേഹം ആ തരത്തിൽ തന്നെയാണ്. ഈ അറിയപ്പെടുന്ന ജേർണലിസ്റ്റായിട്ട് മാറുന്ന റിപ്പോർട്ടറിൽ നിന്ന് തന്നെയാണ് ഇപ്പം അത്യാവശ്യം ഒരു ആൾക്കാർക്ക് തിരിച്ചറിയുന്ന ഒരാൾ കൂടിയാണ്, അല്ലെങ്കിൽ നിലപാടുകളുടെ കാര്യത്തിൽ തിരിച്ചറിയുന്ന ഒരാളാണ്. ആ ഒരു വളർച്ച അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ സ്വന്തമാക്കുന്നത്. ആ വളർച്ചയൊരു ഗ്രാഫ് നോക്കുമ്പോൾ സത്യത്തിലൊരു ഭയങ്കര ഹാപ്പിനെസ് തോന്നാറില്ലേ ഇത് പിന്നിലോട്ടിങ്ങനെ? അയ്യോ, വെരി മച്ച്. കാരണം റിപ്പോർട്ടർ എന്ന് പറയുന്ന സ്ഥാപനം എനിക്ക് ആക്ച്വലി ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിനേക്കാൾ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് റിപ്പോർട്ടറിലാണ്. കാരണം 14 hours 24 hours ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു മോർണിംഗ് 5 o'clock ടു ദ നെക്സ്റ്റ് മോർണിംഗ് 5 o'clock വരെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പക്ഷെ അതിൻ്റെ ആ ഒരു എഫേർട്ടിൻ്റെ കൂടി ഫലമാണ് കേട്ടോ. കാരണം ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ജേർണലിസ്റ്റ്, ഞാൻ വലിയ ജേർണലിസ്റ്റ് ആയെന്നൊന്നുമല്ല, ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ അടയാളപ്പെടുത്തപ്പെട്ടു എന്നുള്ളതിൻ്റെ റീസൺ അത് റിപ്പോർട്ടർ തന്നെയായിരുന്നു. പക്ഷേ അത് വേറൊരു കാര്യം വെച്ചാൽ റിപ്പോർട്ടർ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം തന്ന ഫ്രീഡം കൂടി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് എനിക്ക് അത്തരത്തിലൊന്ന് ഞാൻ എന്നെ രേഖപ്പെടുത്താൻ, അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ജേർണലിസ്റ്റിനെ കുറച്ചുകൂടി ഒന്ന് ഫ്ലറിഷ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ആ കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെയാണ്. റിപ്പോർട്ടർ വലിയൊരു സർവകലാശാലയായിരുന്നു. കാരണം എല്ലാവരും പറയും ട്രെയിനിങ് സ്കൂളാന്ന് പറയും. ടിപ്പിക്കൽ ട്രെയിനിങ് സ്കൂളായിരുന്നു. അതായത് നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കണം, എന്ത് പറയണം, എന്തായിരിക്കണം നിങ്ങളുടെ ചിന്താഗതി. നിങ്ങളെന്ന് പറയുന്ന മാധ്യമപ്രവർത്തക